റളിയല്ലാഹു തആല. എന്താ പേര്? ഉറക്കെ പറയും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ചരിത്ര വിശാലമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്നതായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് കാലഘട്ടത്തിന് മുന്നേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി വാണിരുന്നതായ ഉമർ റളിയല്ലാഹു തആല രണ്ടാമൻ എന്നാണ് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ അറിഞ്ഞിരുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പറയുമ്പോഴാണ് ആ പെണ്ണിനെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ ഒരു പെൺകുട്ടി പറഞ്ഞില്ലേ, അവസാനം പറയും മനസ്സിലാവും. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നുള്ളത് വേറെ ഒരു സഹാബി, വേറെ ഒരു താബിഈ അല്ലേ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാം ഉമർ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധീര ശൂര പരാക്രമിയായിരുന്നു ഈ പറയുന്നത് പോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ്. തന്റെ മരണസമയം ഒന്ന് നോക്കാം. മരണസമയത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ എന്നുള്ളതായ ഒരു പെൺകുട്ടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത്. എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മരണസമയം കടന്നു വരികയാണ്. അതാ മരണസമയം കടന്നു വരികയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാം ഉമർ എന്ന് പറയുന്നതായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നതായ മഹാനുണ്ടല്ലോ, ഭാര്യയായ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമ, എന്റെ മരണസമയം അടുക്കുകയാണ് മോളെ, എന്റെ മരണസമയം ഇതാ അടുത്തു വരികയാണ്. ചിന്തയുണ്ടോ മുസ്ലിമേ, ചിന്തയുണ്ടോ മുഅ്മിനേ? എന്റെ ഖബർ അല്ലാഹുവേ എത്ര വേഗമാണ് എന്നിൽ അടുക്കുന്നത്. ഞാൻ എത്ര വേഗമാണ് ഖബറിലോട്ട് യാത്രയാകേണ്ടത്. ഞാൻ എത്ര വേഗമാണ് ഖബർ എന്നുള്ള യഥാർത്ഥത്തിലോട്ട് യാത്രയാകേണ്ടത്. എന്റെ ചെറുപ്പക്കാരാ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നുള്ളവർ പറയുകയാണ്, ഫാത്തിമ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്. ഈ വാതിലിന്റെ പുറത്ത് കിടക്ക്, ഈ റൂം ഒന്ന് ക്ലോസ് ചെയ്യേ, ഈ റൂം ഒന്ന് അടയ്ക്കണേ, എന്നിട്ട് ഈ വാതിലിന്റെ പുറത്ത് കിടക്കണേ. ഭാര്യയായ ഫാത്തിമ ബീവി പറഞ്ഞു, ഉമറേ, അല്ലയോ ഭർത്താവേ, ഈ സമയത്ത് എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾക്കാണെങ്കിലോ മരണ സമയമാണ്, മരണത്തിന്റെ സമയമാണ്, എന്നെ എന്തിനാണ് പുറത്താക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുകയാണ്, എന്നെ കാണാൻ വേണ്ടി ചിലരിപ്പോ കടന്നു വരും, എന്നെ കാണാൻ വേണ്ടി ചിലരിപ്പോ കടന്നു വരുമെന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാ വാതിലടച്ചുകൊണ്ട് ഈ പെണ്ണതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഫാത്തിമ എന്ന് പറയുന്നതായ തന്റെ ഭാര്യ പുറത്തോട്ട് ഇറങ്ങുകയാണ്. മനസ്സിന് സമാധാനമില്ല. എന്റെ ഭർത്താവ് ആ റൂമിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണ്, എന്തെടുക്കുകയാണെന്നതാ മനസ്സിൽ വല്ലാത്ത വേവലാതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ വാതിലിന്റെ ചെറിയൊരു അഴിക്കിടയിലൂടെ ഫാത്തിമ എന്ന് പറയുന്നതായ ഭാര്യ നോക്കിയപ്പോ തന്റെ ഭർത്താവുണ്ടല്ലോ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നതായ തന്റെ പ്രിയതമനുണ്ടല്ലോ, അതാ സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അസ്റായീൽ. ഹാബിബുൽ അർവാഹ് മലക്ക് അസ്റായീലിനോട് സലാം പറയുകയാണ്. സഹോദരങ്ങളെ, അഹങ്കാരത്തോടെ നടക്കുന്നവരെ, വികാരത്തോടെ നടക്കുന്നവരെ, ഞാൻ വലിയവനാണെന്നുള്ള വിചാരത്തോടെ നടക്കുന്നവരെ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാഹ്. അസ്റായീലിനോട് സലാം പറയുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് സലാം പറഞ്ഞിട്ട് ഖുർആനിലെ ഒരു ആയത്തിനെ പാരായണം ചെയ്യുകയാണ്. ആ ആയത്ത് ഏതാണെന്ന് അറിയുമോ? എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മോളെ, നിനക്ക് വിജയം വേണോ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർ. മരണസമയത്ത് ഉമർ ബിൻ അബ്ദുൽ
കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണോ? ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആഗ്രഹിക്കുകയാണോ? ചെറുപ്പക്കാരാ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഫിത്നകൾ ഉണ്ടാക്കാതെ, ഫസാദുകൾ ഉണ്ടാക്കാതെ, അടിപിടികൾ ഉണ്ടാക്കാതെ നടക്കുന്നവർ, അവർക്കാണ് മുഅ്മിനേ വിജയം, അവർക്കാണ് മുഅ്മിനേ ആഖിറത്തിന്റെ വിജയം. മാത്രമല്ല വൽആഖിബത്തു ലിൽമുത്തഖീൻ, അവസാനം മുത്തഖീങ്ങൾക്കാണ് വിജയം, അവസാനം മുത്തഖീങ്ങൾക്കാണ് വിജയമെന്നുള്ളതായ ഈ ആയത്തിനെ പാരായണം ചെയ്യുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരാണെന്നറിയോ സഹോദരാ? നമ്മൾ നേരത്തെ ഒരു പെണ്ണിന്റെ കഥ പറയുകയുണ്ടായി. പാലിന് വെള്ളം ചേർക്കാം, പാലിനെ ഉമ്മയോട് പറഞ്ഞതായ ഒരു പെണ്ണിന്റെ ചരിത്രം നമ്മൾ പറയുകയുണ്ടായി. ആ പെണ്ണിൻ്റെതായ മകളുടെ മകനാണ് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആ പെണ്ണിന്റെ മകളുടെ മകനാണ് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്.